ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ വീണ്ടും വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാനൊരു പടം കണ്ടു, സർവ്വമായ. ശരിക്കും എൻ്റെ കൂട്ടുകാരി അഞ്ജലി പറഞ്ഞിട്ടാട്ടോ ഞാനത് കണ്ട്. നല്ല പടം വന്നായിരുന്നു. പുള്ളിക്കാരി അഭിപ്രായം പറഞ്ഞ്. പുള്ളിക്കാരിയുടെ അഭിപ്രായം ഒട്ടും തെറ്റിയില്ല. വളരെ നല്ല പടം. ആദ്യമായിട്ടാണ് ഞാനൊരു ഫിലിം റിവ്യൂ ചെയ്യുന്നത്. അത് ഈ സർവ്വമായയിലൂടെയാണെന്നുള്ള എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അഖിൽ സത്യൻ അന്തിക്കാടിൻ്റെ മോന് അച്ഛനെ പോലെ തന്നെ മോൻ കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. വളരെ മനോഹരമായി പുള്ളി എടുത്തിട്ടുണ്ട്. എന്താ പറയുന്നത്, നമുക്ക് ഒരു മിനിറ്റ് പോലും, ഒരു സെക്കൻഡ് പോലും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബോറടിച്ചില്ല. പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കുമായിരുന്നു. എന്താ പറയുന്നത്, ചില നിവിൻ പോളിയുടെ ഓരോ നല്ല അഭിനയം പറയാനില്ല. പിന്നെ ആ പുതിയ കുട്ടിയുടെ പേരെന്നാന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ശരിക്കും ഞാൻ കണ്ടുവരുന്നല്ലേ ഉള്ളൂ, മറന്നുപോയി. ആ കുട്ടി ഒത്തിരി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അജു ഒക്കെ നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. നന്നായിട്ടുണ്ട് പടം. സംവിധാനം വളരെ നല്ലതാണ്. എല്ലാവരും പോയി കാണണം. കാരണം ഓരോ മൊമെൻറ്റും നമുക്ക് ഓരോ മെമ്മറീസാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മനസ്സിനെ തൊടും. വളരെ നന്നായിട്ട് ഫീൽ ചെയ്യും. വളരെ നല്ല സീനറീസ്, നല്ല സ്റ്റോറി, നല്ല മ്യൂസിക്, നല്ല ആക്ടിങ്, നല്ല ഡയറക്ഷൻ. എന്തിനെക്കുറിച്ച് പറയണമെങ്കിലും നല്ലതെന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ. കാരണം ഒന്നും അതിനകത്ത് ചീത്തയായിട്ട് പറയാനില്ല. ഓരോ സീനും ഓരോന്നും നമുക്ക് ഓരോ മെമ്മറീസ് തരും അല്ലേ? നമ്മുടെ നാട്ടിൽ പോയ പോലെ, നമ്മുടെ നാട്ടിൽ കാണുന്ന സീൻസ്, നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ സംസാരിക്കുന്ന രീതികൾ. അപ്പോൾ ഇത് നിവിൻ പോളിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാനും നന്നായിട്ടത് പ്രതിഫലിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. വളരെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നിവിൻ പോളിയുടെ സിനിമ ഞാൻ കാണുന്നത്. ശരിക്കും ഞാൻ നിവിൻ പോളിയുടെ ആരാധികയൊന്നുമല്ല. പക്ഷേ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് നിവിൻ പോളിയോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നും. വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇനിയും ഒത്തിരി ഫിലിംസ് നിവിൻ പോളിക്കും, അതുപോലെ ഇനി ഒത്തിരി ഫിലിംസ് ചെയ്യാൻ സത്യൻ അന്തിക്കാടിൻ്റെ മോന് അഖിൽ സത്യന് സാധിക്കട്ടെ. ഇതിൽ മനോഹരമായി ഇനിയും പടങ്ങൾ ചെയ്യുക. വളരെ നന്നായിട്ടുണ്ട്. എല്ലാം നല്ലത് മാത്രമാണ്. അടുത്ത കുറേ കാലങ്ങൾക്ക് ശേഷം ഇത്രയും നല്ലൊരു ടച്ചിങ് ഫിലിം കാണുന്ന ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ. അപ്പോൾ തിയേറ്ററിൽ പോയതിന് നമുക്കൊട്ടും എന്താ പറയുക, ഇത് ശരിയായില്ല, ഇതിന് വരണ്ടായിരുന്നു എന്നൊക്കെ ചില പടത്തിന് പോകുമ്പോൾ നമുക്ക് തോന്നുമല്ലോ. പക്ഷേ ഒരു സെക്കൻഡ് പോലും നമുക്ക് ബോറടിക്കത്തില്ല. ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് എണീറ്റ് പോരാന്ന് തോന്നത്തില്ല സത്യം പറഞ്ഞാൽ. കാരണം അത്രയ്ക്ക് ടച്ചിങ് ആണ് ആ സ്റ്റോറി, ആ സീൻസ് എല്ലാം നല്ലതാണ്. അപ്പോൾ എല്ലാവരും പോയി പടം കാണണം. ഇത് എനിക്ക് ആദ്യമായിട്ടാണ് ഞാനൊരു ഫിലിമിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരി പറഞ്ഞതിനോട് ഞാൻ വളരെയധികം സന്തോഷം. പുള്ളി അങ്ങനെ ഷെയർ ചെയ്തതിലും എനിക്കിത് കാണാൻ സാധിച്ചതിലും. കാരണം നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ ഫുജേറയിൽ നിന്നാണ് ഇത് കണ്ടത്. കാരണം ഞാൻ UAE മലയാളം കുറേ ഫിലിംസ് കാണാറുണ്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനൊരു ഫിലിം കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. അഖിൽ സത്യൻ ഇനിയും നല്ല നല്ല പടങ്ങൾ എടുക്കുക. അതുപോലെ നിവിൻ പോളി നല്ല നല്ല ഫിലിംസിൽ ഇനിയും വരട്ടെ. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. സന്തോഷം. അപ്പോൾ എല്ലാവരും പോയി കാണണം കേട്ടോ.